നമുക്ക് ഈ അധ്യായത്തിൽ അഡോബി ഇൻഡിസൈനിലെ ടൂൾസിനെ പരിചയപ്പെടാം. അഡോബി ഇൻഡിസൈൻ വർക്ക് സ്പേസിന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ടൂൾ പാലറ്റിലാണ് നമുക്ക് ആവശ്യമായ ടൂൾസ് എല്ലാം കാണുന്നത്. ടൂൾ പാലറ്റ് നമുക്ക് വർക്ക് സ്പേസിൽ കാണുന്നില്ല എങ്കിൽ വിൻഡോ മെനുവിൽ ക്ലിക്ക് ചെയ്ത് ടൂൾസ് എന്ന ഈ ഓപ്ഷനിൽ സെലക്ട് ചെയ്താൽ നമുക്ക് ടൂൾ പാലറ്റ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ടൂൾ പാലറ്റ് നമുക്ക് വേണമെങ്കിൽ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇതേ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. വർക്ക് ചെയ്യാനുള്ള ഏരിയ കൂടുതൽ കിട്ടുന്നതിനായി ഇതേ രീതിയിൽ മിനിമൈസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ടൂൾ പാലറ്റിൽ ആദ്യം കാണുന്ന ടൂളാണ് സെലക്ഷൻ ടൂള്. കീബോർഡിൽ വി എന്ന കീ പ്രസ് ചെയ്താൽ നമുക്ക് സെലക്ഷൻ ടൂള് ലഭിക്കുന്നതാണ്. വർക്ക് സ്പേസിലുള്ള ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുന്നതിനും സ്കെയിൽ ചെയ്യുന്നതിനും അതേപോലെ തന്നെ മൂവ് ചെയ്യുന്നതിനും മറ്റുമായിട്ടാണ് സെലക്ഷൻ ടൂള് നാം ഉപയോഗിക്കുന്നത്. ടൂൾ ബോക്സിലുള്ള സെലക്ഷൻ ടൂള് ഇതേ രീതിയിൽ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ആവശ്യമായ ഒബ്ജക്റ്റ് ഇതേ രീതിയിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. സെലക്ട് ചെയ്തതിന് ശേഷം അതിനെ നമുക്ക് യഥേഷ്ടം ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും ഇതേ രീതിയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് അതിനെ മൂവ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് സെലക്ട് ചെയ്യുമ്പോഴുള്ള ഈ ബൗണ്ടിങ് ബോക്സിൻ്റെ ഈ നോഡിൽ ഇതേ രീതിയിൽ കർസർ എൻ്റർ ചെയ്യുമ്പോൾ കർസർ ചേഞ്ച് ചെയ്യുന്നതായി കാണാം. അപ്പോൾ നമുക്ക് അവിടെ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്ത് നമുക്ക് ആ ഒബ്ജക്റ്റിനെ സ്കെയിൽ ചെയ്യാനും സാധിക്കുന്നതാണ്. ഒബ്ജക്റ്റിനെ മുഴുവനായും പ്രൊപ്പോർഷണലി സ്കെയിൽ ചെയ്യുന്നതിനായിട്ട് കീബോർഡിൽ ഓൾട്ട് ഷിഫ്റ്റ് എന്നീ കീകൾ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കോർണറിൽ കർസർ എൻ്റർ ചെയ്ത ശേഷം ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, ഇങ്ങനെ നമുക്ക് ഒബ്ജക്റ്റിനെ പ്രൊപ്പോർഷണലി സ്കെയിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. നാം സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഡോക്യുമെൻറ്റിൽ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കൺട്രോൾ പാലറ്റിൽ അതിനെ വിവിധ രീതിയിൽ എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ട ഓപ്ഷൻസ് കാണാവുന്നതാണ്. അതായത് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് അതിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ട ഓപ്ഷൻ കാണാവുന്നതാണ്. ഇവിടെ എക്സ് വൈ എന്നിങ്ങനെ രണ്ട് പൊസിഷനും കാണുവാൻ സാധിക്കും. അത് ഇഞ്ച് ബേസിലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് ഇവിടെ റൂളർ ഇഞ്ച് ബേസിലാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. നമുക്ക് സെൻറ്റിമീറ്റർ ബേസിൽ ആക്കി കഴിഞ്ഞാൽ ഇവിടെ സെൻറ്റിമീറ്റർ ബേസിൽ മൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് നമുക്കിവിടെ എക്സ് പൊസിഷനിൽ 3.4925 സെൻറ്റിമീറ്റർ ആണ്. നമുക്കൊരു 4 സെൻറ്റിമീറ്റർ മൂവ് ചെയ്യണമെങ്കിൽ 4 ടൈപ്പ് ചെയ്ത ശേഷം കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ കറക്റ്റ് 4 സെൻറ്റിമീറ്റർ ആണ് ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ വൈ ആക്സിസിൽ ഒരു 3 സെൻറ്റിമീറ്റർ മൂവ് ചെയ്യണമെങ്കിൽ വൈ ആക്സിസ് നമുക്കിവിടെ ഇഞ്ച് ബേസിലാണ് കിടക്കുന്നത്. നമുക്കത് സെൻറ്റിമീറ്റർ ബേസിലേക്ക് ചേഞ്ച് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ നിന്നും 8 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്താൽ നാം ടൈപ്പ് ചെയ്തതിന് പ്രകാരം ഉള്ള പൊസിഷനിലേക്ക് ഇത് മൂവ് ചെയ്തതായി കാണാം. അതേപോലെ തന്നെ നമുക്ക് സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിൻ്റെ വിഡ്ത്ത്, ഹൈറ്റ് എന്നിവയും നമുക്കിവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് വിഡ്ത്ത് എത്ര സെൻറ്റിമീറ്റർ ചേഞ്ച് ചെയ്യണമെന്നാൽ നമുക്കിവിടെ അതനുസരിച്ച് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇവിടെ നമുക്ക് ഈ ലിങ്കിങ് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഓഫ് ആക്കിയിട്ടാൽ വിഡ്ത്ത് മാത്രമേ ചേഞ്ച് ആകുള്ളൂ. നമുക്ക് നോക്കാം. ലിങ്കിങ് ഓൺ ആക്കിയിട്ടാൽ പ്രൊപ്പോർഷണലി ചേഞ്ച് ചെയ്യപ്പെടുന്നതാണ്. അതേപോലെ തന്നെ ഒബ്ജക്റ്റിൻ്റെ സ്കെയിലിംഗ് നമുക്ക് ഇവിടെ പെർസെൻറ്റ് വൈസിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ 50% വിഡ്ത്ത് വൈസിൽ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് 50% സെലക്ട് ചെയ്താൽ മതിയാകും. ഇപ്പോൾ കറക്റ്റ് 50% ആയി മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഹൈറ്റ് വൈസിലും 50% ആക്കണമെങ്കിൽ ഇവിടെ ഹൈറ്റ് വൈസ് 50% സെലക്ട് ചെയ്താൽ മതിയാകും. ഇപ്പോൾ ആദ്യം ഇരുന്ന ഒബ്ജക്റ്റിൻ്റെ കറക്റ്റ് പകുതി വലുപ്പമായി ഈ ഒബ്ജക്റ്റ് മാറിയതായി കാണാം. ഇവിടെ ലിങ്കിങ് ഓൺ ആക്കിയിട്ടാൽ നമുക്ക് പ്രൊപ്പോർഷണലി രണ്ടും ഒരേ സമയം ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക. അതുകൂടാതെ നമുക്ക് അതിൻ്റെ ആംഗിള് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ 0 ഡിഗ്രിയാണ്. നമുക്കൊരു 45 ഡിഗ്രി ഇവിടെ ടൈപ്പ് ചെയ്ത ശേഷം കീബോർഡിൽ എൻ്റർ ചെയ്താൽ ഇവിടെ ഈ ഒബ്ജക്റ്റ് 45 ഡിഗ്രി ആംഗിളിലേക്ക് മാറിയതായി കാണാം. അതേസമയം 90 ഡിഗ്രി ടൈപ്പ് ചെയ്താൽ 90 ഡിഗ്രി ചേഞ്ച് ചെയ്തതായി കാണാം. അതേപോലെ തന്നെ നമുക്ക് ഈ ഒബ്ജക്റ്റ് സ്ക്യൂ ചെയ്യണമെന്ന് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് ഈ ഒബ്ജക്റ്റിനെ ഒരു 45 ഡിഗ്രി സ്ക്യൂ ചെയ്യണമെങ്കിൽ ഇവിടെ 45 എന്ന് ടൈപ്പ് ചെയ്ത ശേഷം കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഈ ഒബ്ജക്റ്റ് കറക്റ്റ് 45 ഡിഗ്രി ആംഗിളിൽ സ്ക്യൂ ചെയ്തതായി കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള ഈ ഓപ്ഷൻസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഒബ്ജക്റ്റ് ഇതേ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്നതിനായിട്ട് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. അതുകൂടാതെ റിഫ്ലക്റ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്കിവിടെ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, നമുക്ക് മറ്റൊരു ആക്സിസിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതിനായി ഈ ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അതുകൂടാതെ നമുക്ക് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണ് ഈ കാണുന്നത്.
നമുക്ക് ഓരോ ഒബ്ജക്റ്റും 1 by 1 ആയിട്ട് സെലക്ട് ചെയ്യുന്നതിനായിട്ടാണ് ഈ ഓപ്ഷൻസ് നാം ഉപയോഗിക്കുന്നത്. കൂടാതെ ഒരു ഒബ്ജക്റ്റിൻ്റെ സ്ട്രോക്ക് വിഡ്ത്ത് ചേഞ്ച് ചെയ്യുന്നതിനായിട്ടാണ് ഈ ഓപ്ഷൻ നാം ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ സ്ട്രോക്കിൻ്റെ സ്റ്റൈല് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഒരു ഒബ്ജക്റ്റിൻ്റെ ട്രാൻസ്പെറൻസിയാണ്. നമുക്കിവിടെ ഈ സ്ലൈഡർ മൂവ് ചെയ്ത് സെലക്ട് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ട്രാൻസ്പെറൻസി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇതേ രീതിയിൽ ഒബ്ജക്റ്റിൻ്റെ ട്രാൻസ്പെറൻസി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഒബ്ജക്റ്റിന് എന്തെങ്കിലും സ്പെഷ്യൽ എഫക്ട്സ് അപ്ലൈ ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. അതേപ്പറ്റി നമുക്ക് പിന്നീട് വിശദമായി പഠിക്കാം. ടൂൾ പാലറ്റിൽ അടുത്തതായി കാണുന്ന ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ സാധാരണ സെലക്ഷൻ ടൂൾ പോലെ തന്നെ സെലക്ട് ചെയ്യുന്നതിനും മൂവ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. അതുകൂടാതെ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഏത് ഒബ്ജക്റ്റിനെയും മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന് വളരെ എളുപ്പമാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത്, ശ്രദ്ധിക്കുക, സാധാരണ സെലക്ഷൻ ടൂൾ പോലെ തന്നെ നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ച് ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഡയറക്റ്റ് സെലക്ഷൻ ടൂളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഓരോ നോഡും നമുക്ക് ഇതേ രീതിയിൽ സെലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമുക്ക് ഒബ്ജക്റ്റിനെ സ്കെയിൽ ചെയ്യുന്നതിനും കൺട്രോൾ പാനലിലുള്ള ഓപ്ഷൻസ് ഉപയോഗിച്ച് റൊട്ടേറ്റ് ചെയ്യുന്നതിനും റിഫ്ലക്റ്റ് ചെയ്യുന്നതിനും മറ്റും സാധിക്കുന്നതാണ്. ഡയറക്റ്റ് സെലക്ഷൻ ടൂളിനൊപ്പമുള്ള മറ്റൊരു ടൂളാണ് പൊസിഷൻ ടൂൾ. ഈ പൊസിഷൻ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ, അതായത് ഒരു ബിറ്റ് മാപ്പ് ഇമേജിനെ മറ്റും നമുക്ക് ക്രോപ്പ് ചെയ്യുന്ന രീതിയിൽ ഇതേ രീതിയിൽ നമുക്ക് സ്കെയിൽ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, പൊസിഷൻ ടൂള് സെലക്ട് ചെയ്ത ശേഷം സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ നോഡ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് ആ ഇമേജിനെ നമ്മുടെ ആവശ്യപ്രകാരം ഇതേ രീതിയിൽ ക്രോപ്പ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. സെലക്ഷൻ ടൂളും ഡയറക്റ്റ് സെലക്ഷൻ ടൂളും സെലക്ട് ചെയ്തപ്പോൾ കണ്ട അതേ ഓപ്ഷൻസ് തന്നെയാണ് ഇപ്പോഴും കൺട്രോൾ പാനലിൽ കാണുന്നത്. നാം സെലക്ഷൻ ടൂളും ഡയറക്റ്റ് സെലക്ഷൻ ടൂളും ഉപയോഗിച്ച് ചെയ്ത എല്ലാ എഡിറ്റിംഗ് മെത്തേഡ്സും നമുക്ക് ഈ പൊസിഷൻ ടൂൾ ഉപയോഗിച്ചും നമുക്ക് ഈ കൺട്രോൾ പാലറ്റിൽ ചെയ്യാവുന്നതാണ്. കീബോർഡിൽ ഷിഫ്റ്റ് എ എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്ത് നമുക്ക് പൊസിഷൻ ടൂൾ ആക്റ്റീവ് ചെയ്യാവുന്നതാണ്. കീബോർഡിൽ എ എന്ന ബട്ടൺ മാത്രം പ്രസ് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ആക്റ്റീവ് ചെയ്യാവുന്നതാണ്. ഈ 3 ടൂളുകളാണ് അഡോബി ഇൻഡിസൈനിലെ സെലക്ഷൻ ടൂളുകൾ. അടുത്തതായിട്ട് നമുക്ക് ഡ്രോയിങ് ടൂൾസിനെ പരിചയപ്പെടാം. ഡ്രോയിങ് ടൂളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ടൂളാണ് പെൻ ടൂള്. നമുക്ക് ടൂൾ പാലറ്റിലുള്ള പെൻ ടൂളിൻ്റെ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് പെൻ ടൂൾ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പെൻ ടൂളിൻ്റെ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന മെനുവിൽ പെൻ ടൂള്, ആഡ് ആങ്കർ പോയിന്റ് ടൂള്, ഡിലീറ്റ് ആങ്കർ പോയിന്റ് ടൂള്, കൺവേർട്ട് ഡയറക്ഷൻ പോയിന്റ് ടൂള് എന്നിങ്ങനെ 4 ടൂൾസ് കാണുവാൻ സാധിക്കും. ഇതിൽ നമുക്ക് ഡ്രോ ചെയ്യാനുള്ള ടൂള് ആദ്യം കാണുന്ന പെൻ ടൂളാണ്. കീബോർഡിൽ പി എന്ന ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ഈ പെൻ ടൂള് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ബാക്കി ടൂളുകളെല്ലാം നമുക്ക് പെൻ ടൂൾ ഉപയോഗിച്ച് വരച്ച വരയെ എഡിറ്റ് ചെയ്യുന്നതിനുള്ള ടൂളുകളാണ്. നമുക്ക് പെൻ ടൂൾ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കാം. അതിനായിട്ട് പെൻ ടൂള് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഡോക്യുമെൻറ്റിൽ നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ പെൻ ടൂൾ ഉപയോഗിച്ച് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഏത് ഡയറക്ഷനിലേക്കാണോ വരയ്ക്കേണ്ടതെന്നാൽ അതനുസരിച്ച് ഉള്ള ഡയറക്ഷനിൽ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്ത് വരയുടെ ഡയറക്ഷനും സ്മൂത്ത്നെസ്സും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അഡോബി ഫോട്ടോഷോപ്പ്, അഡോബി ഇല്ലുസ്ട്രേറ്റർ എന്നീ സോഫ്റ്റ്വെയറിലെ അതേ പെൻ ടൂളാണ് നാം ഇവിടെ കാണുന്നത്. ഇങ്ങനെ പെൻ ടൂൾ ഉപയോഗിച്ച് വരച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇവിടെയുള്ള ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഈ വരയെ ഇതേ രീതിയിൽ സെലക്ട് ചെയ്ത് ഓരോ നോഡുകളും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ നമുക്ക് പെൻ ടൂളിനൊപ്പമുള്ള ആഡ് ആങ്കർ പോയിന്റ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ആങ്കർ പോയിന്റ് ഈ വരയിൽ ആഡ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇതേ രീതിയിൽ കൂടുതൽ ആങ്കർ പോയിന്റ് ആഡ് ചെയ്ത് നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ആങ്കർ പോയിന്റ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡിലീറ്റ് ആങ്കർ പോയിന്റ് ടൂൾ എന്ന ടൂൾ ഉപയോഗിക്കാവുന്നതാണ്. ആ ടൂൾ ഉപയോഗിച്ച് ഇതേ രീതിയിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമില്ലാത്ത ആങ്കർ പോയിന്റുകൾ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ നമുക്ക് അതിനോടൊപ്പമുള്ള കൺവേർട്ട് ഡയറക്ഷൻ പോയിന്റ് ടൂൾ എന്ന ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഓരോ പോയിന്റും സെലക്ട് ചെയ്ത് ആ പോയിന്റിൻ്റെ ഡയറക്ഷൻ നമുക്ക് കൺവേർട്ട് ചെയ്യുന്നതിനും അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്നതിന് സാധിക്കുന്നതാണ്.
ശ്രദ്ധിക്കുക. ഇതേ രീതിയിൽ പെൻ ടൂളും അതോടൊപ്പമുള്ള ടൂളുകളും കൺട്രോളിംഗ് ടൂളുകളും ഉപയോഗിച്ച് നമുക്ക് അഡോബി ഇൻഡിസൈനിൽ ഡിസൈനുകൾ വരയ്ക്കുവാൻ സാധിക്കുന്നതാണ്. പെൻ ടൂള് ആക്റ്റീവ് ആക്കുന്നതിനായി കീബോർഡിൽ പി എന്ന അക്ഷരം ക്ലിക്ക് ചെയ്താൽ മതിയാകും. അതേപോലെ തന്നെ ആഡ് ആങ്കർ പോയിന്റ് ടൂൾ ആക്റ്റീവ് ആക്കുന്നതിനായിട്ട് ഈക്വൽ ടു എന്ന ഈ സിമ്പിൾ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഡിലീറ്റ് ആങ്കർ പോയിന്റ് ടൂള് ആക്റ്റീവ് ആക്കുന്നതിനായിട്ട് ഈ പോയിന്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതിയാകും. അതേപോലെ തന്നെ കൺവേർട്ട് ഡയറക്ഷൻ പോയിന്റ് ടൂള് ആക്റ്റീവ് ആക്കുന്നതിനായിട്ട് കീബോർഡിൽ ഷിഫ്റ്റ് സി എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്താൽ മതിയാകും. ഇൻഡിസൈനിൽ പെൻ ടൂൾ കൂടാതെയുള്ള മറ്റൊരു ഡ്രോയിങ് ടൂളാണ് പെൻസിൽ ടൂള്. ടൂൾ ബോക്സിൽ നിന്നും നമുക്ക് ഇതേ രീതിയിൽ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പെൻസിൽ ടൂൾ സെലക്ട് ചെയ്ത ശേഷം ഇതേ രീതിയിൽ ഫ്രീ ഫോം ആയിട്ട് നമുക്ക് വരയ്ക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമെങ്കിൽ ഇവിടെ നിന്നും ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് പെൻ ടൂളിൽ അതുപോലെ തന്നെ നമുക്ക് ആ ഡ്രോയിങ്ങിനെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഏത് ഷേപ്പ് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടപ്രകാരം പെൻസിൽ ടൂൾ ഉപയോഗിച്ച് വരയ്ക്കാവുന്നതാണ്. പെൻ ടൂളിനെ അപേക്ഷിച്ച് റഫായിട്ടുള്ള ലൈൻസ് ആയിരിക്കും പെൻസിൽ ടൂൾ ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ ഉണ്ടാകുക. ആയതിനാൽ നമുക്ക് അതിനെ സ്മൂത്ത് ആക്കുന്നതിനായിട്ട് പെൻസിൽ ടൂളിനൊപ്പം സ്മൂത്ത് ടൂൾ എന്നൊരു ടൂളൂടെ കാണുവാൻ സാധിക്കും. ഈ ടൂള് ഇതേ രീതിയിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത ശേഷം ക്ലിക്ക് ചെയ്ത് ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്ത് നാം വരച്ച ലൈനിനെ സ്മൂത്ത് ആക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക. സ്മൂത്ത് ആക്കുമ്പോൾ റഫ് അപ്പിയറൻസ് ഉണ്ടാക്കിയിരിക്കുന്ന അധികമായിട്ടുള്ള ആങ്കർ പോയിൻറ്റ്സ് ഡിലീറ്റ് ചെയ്യപ്പെടുകയാണ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമുക്ക് പെൻ ടൂളിനോടൊപ്പമുള്ള ഡിലീറ്റ് ആങ്കർ പോയിൻറ്റ് പെൻ ടൂൾ ഉപയോഗിച്ച് ഇതേ രീതിയിൽ നമുക്ക് അനാവശ്യമായിട്ടുള്ള ആങ്കർ പോയിൻറ്റ്സ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അങ്ങനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ എഡ്ജ് പലപ്പോഴും ഇതേ രീതിയിൽ ഷാർപ്പായിട്ട് വരാൻ സാധ്യതയുണ്ട്. ആയതിനാലാണ് ഇവിടെ ഈ സ്മൂത്ത് ടൂള് നാം യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ നമുക്ക് സ്മൂത്തായിട്ട് തന്നെ ആ ആങ്കർ പോയിൻറ്റ്സ് ഡിലീറ്റ് ചെയ്യപ്പെടുന്നതാണ്. അതുകൂടാതെ നമുക്ക് ഇറേസ് ടൂൾ എന്നൊരു ടൂൾ കൂടെ കാണുവാൻ സാധിക്കും. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇതേ രീതിയിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഒരു പാത്തിനെ ഒരു നിശ്ചിത പോർഷൻ ഇറേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇറേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് പാത്ത് ഇതേ രീതിയിൽ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചോ മറ്റോ സെലക്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിനുശേഷം ടൂൾ ബോക്സിൽ നിന്നും ഇറേസർ ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇറേസ് ചെയ്യേണ്ട ആ പോർഷൻ ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്ത് ഇറേസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ പെൻസിൽ ടൂൾ ഉപയോഗിച്ച് സ്മൂത്തായിട്ട് നമുക്ക് ഡ്രോയിങ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനും എഡിറ്റ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. അതുകൂടാതെയുള്ള മറ്റൊരു ടൂളാണ് ലൈൻ ടൂൾ. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇതേ രീതിയിൽ ടൂൾ ബോക്സിൽ നിന്നും ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഡയറക്ഷനിൽ ലൈൻസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതേ രീതിയിൽ നമുക്ക് വളരെ സ്മൂത്തായി ലൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ലൈനിനെ നമുക്ക് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുന്നതിനും ഇതേ രീതിയിൽ എഡിറ്റ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിലും ആങ്കർ പോയിൻറ്റ്സ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഈ ലൈന് ഇതേ രീതിയിൽ സെലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ഫ്രെയിം ടൂൾ എന്ന ടൂളിനെ പരിചയപ്പെടാം. ഈ ടൂള് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ഡോക്യുമെൻറ്റിലേക്ക് ടെക്സ്റ്റോ ഇമേജസോ മറ്റോ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. നമുക്ക് ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ടൂൾ ബോക്സിൽ നിന്നും ഫ്രെയിം ടൂള് സെലക്ട് ചെയ്ത ശേഷം ഡോക്യുമെൻറ്റിൽ നമുക്ക് ഇഷ്ടമുള്ള പോർഷനിൽ ഇതേ രീതിയിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്ത് നമുക്ക് ഫ്രെയിം ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ബോക്സ് നമുക്ക് പ്രിൻ്റബിൾ അല്ല. നമുക്ക് ഈ ബോക്സിലേക്ക് ഇമേജസ്, ടെക്സ്റ്റ് എന്നിവ ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യമായിട്ട് നമുക്ക് ഈ ബോക്സിലേക്ക് ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ബോക്സ് സെലക്ട് ചെയ്ത ശേഷം ഫയൽ മെനുവിൽ പ്ലേസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ കീബോർഡിൽ കൺട്രോൾ ഡി എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്താലും പ്ലേസ് എന്ന ഓപ്ഷൻ സെലക്ട് ആകുന്നതാണ്. ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് ഈ ബ്രൗസർ വിൻഡോയിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ഇമേജ് സെലക്ട് ചെയ്ത ശേഷം ഓപ്പൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക. ആ സെലക്ട് ചെയ്ത ഇമേജ് നാം ഡ്രാഗ് ചെയ്ത ബോക്സിൻ്റെ കറക്റ്റ് വലുപ്പത്തിലേക്ക് വന്നതായി കാണാം. നമുക്ക് ഈ ബോക്സിനെ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഇതേ രീതിയിൽ ഇഷ്ടമുള്ള പൊസിഷനിലേക്ക് മൂവ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. എന്നാൽ നമുക്ക് ഇമേജിനെ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതേ രീതിയിൽ ഇമേജിൻ്റെ ഏത് പോർഷൻ വേണമെങ്കിലും നമുക്ക് ഇതേ രീതിയിൽ മൂവ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക്
ഈ ഫ്രെയിം ടൂൾ ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത ശേഷം നമുക്കിവിടെ ടൈപ്പ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതിനായിട്ട് ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്യുക, ഫ്രെയിം ടൂളിനുള്ളിൽ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ഇഷ്ടമുള്ള വേർഡ്സ് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെയുള്ള ഉപയോഗങ്ങളാണ് ഇവിടെയുള്ള ഈ റെക്റ്റാങ്കിൾ ടൂളും. റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ നാം ഫ്രെയിം ടൂൾ ഉപയോഗിച്ച് വരച്ചതുപോലെ തന്നെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ആ ഷേപ്പിലേക്കും നമുക്ക് മുമ്പത്തെ പോലെ തന്നെ ഇമേജ് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. അതിനായി കീബോർഡിൽ Ctrl+D പ്രസ് ചെയ്യാം. അതിനുശേഷം ഇഷ്ടമുള്ള ഇമേജ് സെലക്ട് ചെയ്ത ശേഷം ഓപ്പൺ കൊടുക്കുക. ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഇമേജ് ഇൻസേർട്ട് ആയിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ഈ റെക്റ്റാങ്കിൾ ബോക്സിലേക്ക് ശ്രദ്ധിക്കുക, നമുക്ക് ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്ത ശേഷം ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഫ്രെയിം ടൂളും റെക്റ്റാങ്കിൾ ടൂളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് നമുക്കിവിടെ പ്രിൻ്റ് പ്രിവ്യൂ കണ്ടു നോക്കിയാൽ കാണാം. ശ്രദ്ധിക്കുക, ഇവിടെ ഫ്രെയിം ടൂൾ സെലക്ട് ആകുന്നുണ്ട്, പക്ഷേ അത് പ്രിൻ്റബിൾ അല്ല. എന്നാൽ റെക്റ്റാങ്കിൾ ടൂൾ നമുക്ക് ഈ റെക്റ്റാങ്കിൾ ഷേപ്പ് പ്രിൻ്റ് ചെയ്താൽ കാണാവുന്നതാണ്. പക്ഷേ നമുക്ക് ഈ ഫ്രെയിം ടൂൾ സെലക്ട് ചെയ്ത ശേഷം ഇതിന് സ്ട്രോക്ക് വെയിറ്റ് ഒരു 1 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് ശേഷം ഇത് പ്രിൻ്റ് പ്രിവ്യൂവിൽ നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഈ സ്ട്രോക്ക് പ്രിൻ്റബിളായി കാണാവുന്നതാണ്. ഫ്രെയിം ടൂളിനും റെക്റ്റാങ്കിൾ ടൂളിനും ഒപ്പം തന്നെ നമുക്ക് എലിപ്സ് ഫ്രെയിം ടൂള്, അതേപോലെ തന്നെ എലിപ്സ് ടൂള്, പോളിഗൺ ടൂള് എന്നീ ടൂളുകളും കാണാവുന്നതാണ്. റെക്റ്റാങ്കിൾ ടൂള് നമുക്ക് ടൂൾ ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്യുന്നതിന് പകരമായിട്ട് കീബോർഡിൽ M പ്രസ് ചെയ്താൽ റെക്റ്റാങ്കിൾ ടൂള് ആക്റ്റീവ് ആക്കാവുന്നതാണ്. അതേപോലെ തന്നെ എലിപ്സ് ടൂള് സെലക്ട് ചെയ്യുന്നതിനായിട്ട് കീബോർഡിൽ L പ്രസ് ചെയ്താൽ മതിയാകും. അതുപോലെ തന്നെ ഫ്രെയിം ടൂളിനാണെങ്കിൽ റെക്റ്റാങ്കിൾ ഫ്രെയിം ടൂള് സെലക്ട് ചെയ്യുന്നതിനായിട്ട് കീബോർഡിൽ F പ്രസ് ചെയ്താൽ മതിയാകും. ഇങ്ങനെ നമുക്ക് ഫ്രെയിം ടൂളും റെക്റ്റാങ്കിൾ ടൂളും ഉപയോഗിച്ച് ഡോക്യുമെൻറ്റിൽ ഇമേജസ് ഇൻസേർട്ട് ചെയ്യുന്നതിനും അതേപോലെ തന്നെ ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. ഇത്രയുമാണ് അഡോബി ഇൻഡിസൈനിലെ ഡ്രോയിങ് ടൂൾസ്. അടുത്ത ടൂളാണ് ബട്ടൺ ടൂൾ. ബട്ടൺ ടൂൾ ഉപയോഗിച്ച് നമുക്ക് മൾട്ടിപ്പിൾ പേജുള്ള ഒരു PDF ഡോക്യുമെൻറ്റിലോ മറ്റോ നാവിഗേഷൻ അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ബട്ടൺ ടൂള് കീബോർഡിൽ നിന്നും മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഡോക്യുമെൻറ്റിൻ്റെ ഏത് പൊസിഷനിൽ വേണമെങ്കിലും ഇതേ രീതിയിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ രീതിയിലൊരു വിൻഡോ വരും. ബട്ടൺ എന്ന് വരില്ല. നമുക്കതിൽ ആ ബട്ടൻ്റെ വിഡ്ത്ത്, ഹൈറ്റ് എന്നിവ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം OK ബട്ടൺ പ്രസ് ചെയ്ത് ആ ബട്ടൺ അവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് ആവശ്യം പോലെ ബട്ടൻ്റെ ഏരിയ നമുക്കിങ്ങനെ സ്കെയിൽ ചെയ്ത് വയ്ക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഈ ബട്ടണിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ബട്ടൺ ഓപ്ഷൻസ് ഓപ്പണായി വരുന്നതാണ്. ഇവിടെ നമുക്ക് ബട്ടൺ നെയിം ടൈപ്പ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഗോ ടു എന്ന് ടൈപ്പ് ചെയ്തു. ബട്ടൺ ഡിസ്ക്രിപ്ഷൻസ് എന്തെങ്കിലും ആവശ്യമെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ വിസിബിലിറ്റി ഇൻ PDF എന്ന ഓപ്ഷനിൽ നമുക്ക് PDF ഫയലിൽ ബട്ടൺ വിസിബിൾ ആയിരിക്കണോ അല്ലെങ്കിൽ ഹിഡൻ ആയിരിക്കണോ, വിസിബിൾ ബട്ട് ഡോണ്ട് പ്രിൻ്റ്, ഹിഡൻ ബട്ട് പ്രിൻ്റബിൾ എന്നിങ്ങനെയുള്ള ഓപ്ഷനുകൾ നമുക്കിവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. വിസിബിൾ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ചെയ്യാം. അതിനുശേഷം ബിഹേവിയേഴ്സ് എന്ന ഓപ്ഷൻ കാണുവാൻ സാധിക്കും. ഇവിടെ നമുക്ക് ബട്ടന് നാവിഗേറ്റ് ചെയ്യുന്നതിനായിട്ട് ബിഹേവിയർ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ ഇവൻ്റ് നമുക്കിവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. മൗസ് അപ്പ്, മൗസ് ഡൗൺ, മൗസ് എൻ്റർ, മൗസ് എക്സിറ്റ്, ഓൺ ഫോക്കസ്, ഓൺ ബ്ലർ എന്നിങ്ങനെ വിവിധ ഇവൻറ്റ്സ് കാണാവുന്നതാണ്. നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ആക്ഷൻ നടക്കേണ്ടതെങ്കിൽ ഇവിടെ മൗസ് അപ്പ് സെലക്ട് ചെയ്യുക. ഇവിടെ ബിഹേവിയർ നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡോക്യുമെൻറ്റ് ക്ലോസ് ചെയ്യണോ, എക്സിറ്റ് ചെയ്യണോ, ഗോ ടു ആങ്കർ, അതായത് ഒരു നിശ്ചിത ആങ്കറിലേക്ക് പോകണോ, ഗോ ടു ഫസ്റ്റ് പേജ്, ഗോ ടു ലാസ്റ്റ് പേജ് എന്നിങ്ങനെ വിവിധ ഓപ്ഷനുകൾ കാണുവാൻ സാധിക്കും. നമുക്കിപ്പോൾ ഒരു ആങ്കറിലേക്ക് പോകണമെങ്കിൽ ഗോ ടു ആങ്കർ സെലക്ട് ചെയ്ത ശേഷം ആ ഡോക്യുമെൻറ്റിൻ്റെ നെയിം ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇവിടെ ബ്രൗസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എക്സിറ്റ് സെലക്ട് ചെയ്താൽ മതിയാകും. അതിനുശേഷം ഇവിടെ ആഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം OK ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഈ ഡോക്യുമെൻറ്റിൽ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമുക്കിതിനെ ഔട്ട്പുട്ട് എടുക്കുകയാണെങ്കിൽ, അതായത് ഫയൽ മെനുവിൽ എക്സ്പോർട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഡെസ്ക്ടോപ്പിലേക്ക് നാം ഈ ഡോക്യുമെൻറ്റിനെ ഒരു നിശ്ചിത പേരിൽ PDF ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുകയാണ്. സേവ് എന്ന ഓപ്ഷൻ കൊടുത്തു. നമുക്ക് എക്സ്പോർട്ട് ഓപ്ഷൻസിനെ കുറിച്ച് കൂടുതൽ വിശദമായി പിന്നീട് പഠിക്കാം. നമുക്കിപ്പോൾ എക്സ്പോർട്ട് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഡോക്യുമെൻ്റ് എക്സ്പോർട്ടായി ഓപ്പണായി വന്നിരിക്കുകയാണ്. ഇവിടെ ഈ ഡോക്യുമെൻറ്റിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ബട്ടൻ്റെ ആക്ഷൻ കാണാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡോക്യുമെൻ്റ് ക്ലോസ് ചെയ്ത്, അതായത് എക്സിറ്റ് ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇതേ രീതിയിൽ നമുക്ക് ബട്ടൺ എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നാം ക്രിയേറ്റ് ചെയ്യുന്ന PDF ഫയലിലും മറ്റും സിമ്പിൾ സ്ക്രിപ്റ്റിംഗ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്.
അതുകൂടാതെയുള്ള ടൂൾ ബോക്സിലെ അടുത്ത ടൂളാണ് സിസേഴ്സ് ടൂൾ. നമുക്ക് ഈ ടൂൾ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് നമുക്കിപ്പോൾ പെൻ ടൂൾ ഉപയോഗിച്ചൊരു സിമ്പിൾ പാത്ത് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം സിസേഴ്സ് ടൂൾ സെലക്ട് ചെയ്യുക. നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ച് നമുക്കൊരു നിശ്ചിത പോർഷനെ ഇതേ രീതിയിൽ കട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക. അതിനുശേഷം ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ആ പോർഷൻ സെലക്ട് ചെയ്ത് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ സിസേഴ്സ് ടൂൾ ഉപയോഗിച്ച് ഒരു പാത്തിൻ്റെ ഒരു നിശ്ചിത പോർഷനെ നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക. ടൂൾ ബോക്സിൽ നിന്ന് സിസേഴ്സ് ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം പാത്തിൻ്റെ നമുക്ക് ആവശ്യമുള്ള പോർഷനിൽ ഇതേ രീതിയിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്ത് ആ പോർഷൻ ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് കീബോർഡിൽ ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ആ പോർഷനെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെയുള്ള അടുത്തൊരു ടൂളാണ് റൊട്ടേറ്റ് ടൂൾ. ഈ ടൂള് ഉപയോഗിച്ച് നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായി ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം ടൂൾ ബോക്സിൽ നിന്നും റൊട്ടേറ്റ് ടൂൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ നാം സെലക്ട് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റിൽ ഒരു സെൻറ്റർ ഓഫ് ആക്സിസ് കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക. കർസർ ആ ആക്സിസിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഒരു ആരോ ഷേപ്പിലേക്ക് ചേഞ്ച് ചെയ്യുന്നതായി കാണാം. അതിനുശേഷം നമുക്ക് ആ ആക്സിസ് നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിലേക്ക് ഇതേ രീതിയിൽ മൂവ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അങ്ങനെ മൂവ് ചെയ്ത് വെച്ച ശേഷം നാം ഈ ടൂൾ ഉപയോഗിച്ച് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ നിശ്ചിത പൊസിഷനെ ബേസ് ചെയ്തായിരിക്കും ഈ ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ഇതേ രീതിയിൽ നമുക്ക് ഒബ്ജക്റ്റിൻ്റെ ഏത് പൊസിഷനിൽ വേണമെങ്കിലും ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ആക്സിസ് നമുക്ക് മറ്റൊരു പൊസിഷനിലേക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് ഇതേ രീതിയിൽ ആ പൊസിഷനെ ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഈ റൊട്ടേറ്റ് ടൂൾ ഉപയോഗിച്ച് നാം ഡോക്യുമെൻറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്ത ഏതൊരു ഒബ്ജക്റ്റിനെയും നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെയുള്ള മറ്റൊരു ടൂളാണ് സ്കെയിൽ ടൂൾ. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരു നിശ്ചിത ഒബ്ജക്റ്റിനെ ഏത് ആക്സിസിൽ വേണമെങ്കിലും സ്കെയിൽ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം ടൂൾ ബോക്സിൽ നിന്നും സ്കെയിൽ ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതേ രീതിയിൽ നാം റൊട്ടേറ്റ് ടൂൾ ഉപയോഗിച്ച പോലെ തന്നെ നമുക്ക് ഈ ഒബ്ജക്റ്റിൻ്റെ ഏത് പൊസിഷനിൽ വേണമെങ്കിലും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിനെ വളരെ ഫ്രീ ആയിട്ട് ഇതേ രീതിയിൽ സ്കെയിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്കെയിൽ ടൂളിനൊപ്പമുള്ള മറ്റൊരു ടൂളാണ് ഷിയർ ടൂൾ. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് നാം സെലക്ട് ചെയ്തിരിക്കുന്ന ഏതൊരു ഷേപ്പിനെയും ഷിയർ ചെയ്യിക്കാവുന്നതാണ്. നമുക്കതെങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ടൂൾ ബോക്സിൽ നിന്നും ഷിയർ ടൂൾ സെലക്ട് ചെയ്യുക. ഷിയർ ടൂൾ ആക്റ്റീവ് ചെയ്യുന്നതിനായിട്ട് കീബോർഡിൽ O പ്രസ് ചെയ്താലും മതിയാവുന്നതാണ്. ഷിയർ ടൂൾ സെലക്ട് ചെയ്ത ശേഷം ഈ ഒബ്ജക്റ്റിനെ ഇതേ രീതിയിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒബ്ജക്റ്റിൻ്റെ ഏത് പോർഷനിൽ വേണമെങ്കിലും നമുക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള ഡയറക്ഷനിൽ ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്ത് ഷിയർ ചെയ്യിക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക. ഇങ്ങനെ നമുക്ക് ഈ ഷിയർ ടൂൾ ഉപയോഗിച്ച് ഏത് ഒബ്ജക്റ്റിനെയും റീഷേപ്പ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് അടുത്തായിട്ടുള്ള ടൂളായ ഗ്രേഡിയൻ ടൂളിനെ പരിചയപ്പെടാം. ഗ്രേഡിയൻ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരു പർട്ടിക്കുലർ ഷേപ്പിലേക്ക് നമുക്കിഷ്ടമുള്ള ഗ്രേഡിയൻ്റ് ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് ഒബ്ജക്റ്റ് ആദ്യമായി ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ടൂൾ ബോക്സിൽ നിന്നും ഗ്രേഡിയൻ ടൂൾ സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ഏത് ഡയറക്ഷനിലാണോ ഗ്രേഡിയൻ്റ് വേണ്ടതെന്നാൽ ആ നിശ്ചിത ഡയറക്ഷനിൽ ഇതേ രീതിയിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ ഗ്രേഡിയൻ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഗ്രേഡിയൻറ്റിൻ്റെ കളറ് നമുക്ക് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ഇൻഡിസൈൻ വർക്ക് സ്പേസിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഗ്രേഡിയൻറ്റ് പാലറ്റ് കാണാവുന്നതാണ്. ഗ്രേഡിയൻറ്റ് പാലറ്റ് ഇവിടെ കാണുന്നില്ല എങ്കിൽ നമുക്ക് വിൻഡോ മെനുവിൽ ക്ലിക്ക് ചെയ്ത് ഗ്രേഡിയൻറ്റ് എന്ന ഈ മെനുവിൽ ക്ലിക്ക് ചെയ്താൽ ഗ്രേഡിയൻറ്റ് പാലറ്റ് ഓപ്പണായി വരുന്നതാണ്. നമുക്ക് ഗ്രേഡിയൻറ്റ് പാലറ്റിൽ നാം ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഗ്രേഡിയൻറ്റുള്ള കളേഴ്സ് എല്ലാം ഇതേ രീതിയിൽ ഓരോ നോഡുകളായിട്ട് കാണാവുന്നതാണ്. നമുക്ക് ഏതെങ്കിലും ഒരു നോഡിലെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ആ നോഡ് സെലക്ട് ചെയ്ത ശേഷം ഇവിടെയുള്ള ഈ കളർ പാലറ്റ് ആക്റ്റീവ് ചെയ്യുക. കളർ പാലറ്റ് ആക്റ്റീവ് ചെയ്ത ശേഷം നമുക്കിവിടെ നിന്നും ഈ കളർ പാലറ്റിൻ്റെ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് ഏത് കളർ മോഡലിലുള്ള കളറാണ് വേണ്ടതെന്നാൽ നമുക്കിവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ലാപ്പ് കളർ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ CMYK, RGB എന്നീ കളറുകളും അവൈലബിൾ ആണ്. നമുക്കിവിടെ നിന്നും CMYK സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക. നാം ഇവിടെ കളർ സെലക്ട് ചെയ്യുമ്പോൾ നാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒബ്ജക്റ്റിൽ കളറ് അപ്പോൾ തന്നെ ചേഞ്ച് ആകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതിനുശേഷം വീണ്ടും തിരിച്ച് ഗ്രേഡിയൻറ്റ് പാലറ്റിൽ വരാൻ നമുക്ക് അടുത്ത നോഡ് സെലക്ട് ചെയ്യാം. ഇവിടെ വീണ്ടും കളർ പാലറ്റിൽ നിന്നും നമുക്കിഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഗ്രേഡിയൻറ്റ് പാലറ്റ് ഉപയോഗിച്ച്
നാം ക്രിയേറ്റ് ചെയ്ത ഒരു ഷേപ്പിന് ഇഷ്ടമുള്ള ഗ്രേഡിയൻറ്റ് ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഗ്രേഡിയൻറ്റ് ടൂളിനൊപ്പമുള്ള മറ്റൊരു ടൂളാണ് ഗ്രേഡിയൻറ്റ് ഫെദർ ടൂൾ. നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ച് ഒരു ട്രാൻസ്പെറൻസി ആയിട്ട് ഗ്രേഡിയൻറ്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഗ്രേഡിയൻറ്റ് ടൂൾ ആക്റ്റീവ് ചെയ്യുന്നതിനായിട്ട് കീബോർഡിൽ G എന്ന ബട്ടൺ പ്രസ് ചെയ്താൽ മതിയെങ്കിൽ ഗ്രേഡിയൻറ്റ് ഫെദർ ടൂൾ ആക്റ്റീവ് ചെയ്യുന്നതിനായിട്ട് കീബോർഡിൽ ഷിഫ്റ്റ് G എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് ഗ്രേഡിയൻറ്റ് ഫെദർ ടൂൾ ഇപ്പോൾ സെലക്ട് ചെയ്ത ശേഷം ഗ്രേഡിയൻറ്റ് ടൂൾ ഉപയോഗിച്ചതുപോലെ തന്നെ നമുക്ക് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഡയറക്ഷനിൽ ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്ത് ഗ്രേഡിയൻറ്റ് ഫെദർ ടൂൾ ക്രിയേറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ വൈറ്റ് പോർഷൻ വന്നിരിക്കുന്ന ഏരിയയിൽ ട്രാൻസ്പെറൻ്റ് ആണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് നമുക്കിപ്പോൾ ഇവിടെയുള്ള ഈ ഒബ്ജക്റ്റിന് ഒരു ഗ്രീൻ കളറാണ് നാം ഫില്ല് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് അതിന് മുകളിൽ മറ്റൊരു ഒബ്ജക്റ്റ് ഇതേ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത ശേഷം അതിൽ ഗ്രേഡിയൻറ്റ് ഫെദർ ടൂൾ ഉപയോഗിച്ച് ഒരു ഫെദേർഡ് ഗ്രേഡിയൻറ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം റൈറ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്താണ് ഗ്രേഡിയൻറ്റ് ക്രിയേറ്റ് ചെയ്തെന്നാൽ ഇവിടെ റൈറ്റ് സൈഡിലേക്ക് വരുന്തോറും ട്രാൻസ്പെറൻസി അപ്ലൈ ആയിരിക്കുന്നതായി കാണാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് ഗ്രേഡിയൻറ്റ് ഫെദർ ടൂൾ ഉപയോഗിച്ച് ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്രേഡിയൻറ്റ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം ഇതിൻ്റെ സ്ട്രോക്ക് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പ്രിവ്യൂ മോഡിൽ കണ്ടു നോക്കാം. ഇതേ രീതിയിൽ നമുക്ക് ട്രാൻസ്പെറൻറ്റ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ഫ്രീ ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഫ്രീ ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ച് നമുക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന ഏതൊരു ഒബ്ജക്റ്റിനെയും നമുക്ക് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും സ്കെയിൽ ചെയ്യുന്നതിനും റൊട്ടേറ്റ് ചെയ്യുന്നതിനും വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് ആ ടൂൾ ഉപയോഗിക്കുന്നതിനായി ടൂൾ ബോക്സിൽ നിന്നും ഫ്രീ ട്രാൻസ്ഫോം ടൂൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നാം സെലക്ട് ചെയ്ത ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യാനാണെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ ഏതെങ്കിലും ഇതേപോലുള്ള നോഡിലേക്ക് കർസർ എൻ്റർ ചെയ്യുക. അപ്പോൾ കർസർ ചേഞ്ച് ചെയ്യുന്നതായി കാണാം. അതിനുശേഷം നമുക്ക് ഏത് ഡയറക്ഷനിലാണോ റൊട്ടേറ്റ് ചെയ്യേണ്ടതെന്നാൽ ആ ഡയറക്ഷനിൽ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇതേ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക. അതേസമയം നമുക്ക് ഈ ഒബ്ജക്റ്റിനെ സ്കെയിൽ ചെയ്യാനാണെങ്കിൽ നമുക്ക് ആ സ്കെയിൽ ചെയ്യേണ്ട ആ നോഡിലേക്ക് കർസർ എൻ്റർ ചെയ്യുക. അപ്പോൾ കർസർ ഇതേ രീതിയിൽ ചേഞ്ച് ചെയ്യുന്നതായി കാണാം. അതിനുശേഷം നമുക്ക് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്ത് ആ ഒബ്ജക്റ്റിനെ നമുക്ക് ഇഷ്ടമുള്ള അത്രയും സ്കെയിൽ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഫ്രീ ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ച് നമുക്കൊരു സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിനെ നമുക്കിഷ്ടമുള്ള രീതിയിൽ സ്കെയിൽ ചെയ്യുന്നതിനും റൊട്ടേറ്റ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. അടുത്തതായിട്ടുള്ള ടൂളാണ് നോട്ട് ടൂള്. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് നാം ഡിസൈൻ ചെയ്ത ഒരു ഡോക്യുമെൻറ്റിൽ ഒരു നോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അതായത് നമുക്ക് ഇത് പ്രിൻറ്റിങ്ങിന് അയക്കുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും ഡയറക്ഷൻസോ അല്ലെങ്കിൽ ഒന്നിലധികം പേര് ചേർന്നാണ് ഈ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാൽ മറ്റ് ആളുകൾക്ക് വേണ്ടുന്നുള്ള എന്തെങ്കിലും ഡയറക്ഷൻസോ മറ്റോ ഈ നോട്ട് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഈ ഡോക്യുമെൻറ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. നോട്ട് ടൂൾ ഉപയോഗിക്കുന്നതിനായിട്ട് നോട്ട് ടൂൾ ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ഡോക്യുമെൻറ്റിൽ ക്ലിക്ക് ചെയ്താൽ നോട്ട് ടൂൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതല്ല. അതിനാൽ നമുക്ക് ഈ ഡോക്യുമെൻറ്റിൽ എന്തെങ്കിലും ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ നോട്ട് ടൂൾ അപ്ലൈ ആവുകയുള്ളൂ. നമുക്കിവിടെ എന്തെങ്കിലും ടെക്സ്റ്റ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഈ ടെക്സ്റ്റിലേക്ക് നമുക്ക് എവിടെയെങ്കിലും ഒരു നോട്ട് ആഡ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് നോട്ട് ടൂൾ ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്ത ശേഷം ആ ടെക്സ്റ്റിൻ്റെ ഏതെങ്കിലും പോർഷനിൽ ഇതേ രീതിയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നോട്ട്സ് എന്ന പേരിലൊരു വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓതർ, ക്രിയേറ്റഡ് ഡേറ്റ്, മോഡിഫൈഡ് ഡേറ്റ്, അതുപോലെ തന്നെ സ്റ്റോറി ഉണ്ടെങ്കിൽ അത്, പേജ് നമ്പർ, നോട്ട് നമ്പർ, ക്യാരക്ടേഴ്സ്, വേർഡ് എന്നിങ്ങനെ ഓപ്ഷൻസ് കാണാവുന്നതാണ്. നാം ഇവിടെ ഫയൽ മെനുവിൽ യൂസർ എന്ന ഈ ഓപ്ഷനിലുള്ള യൂസർ നെയിമാണ് ഓതർ എന്ന പേരിൽ ഇവിടെ കാണുന്നത്. നമുക്കിവിടെ യൂസർ നെയിം നമുക്കിഷ്ടമുള്ളത് ടൈപ്പ് ചെയ്യാവുന്നതാണ്. നമുക്കിഷ്ടമുള്ള യൂസർ നെയിം ടൈപ്പ് ചെയ്ത ശേഷം ഇവിടെ കളറ് നമുക്കിഷ്ടമുള്ളത് സെലക്ട് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. നാം ഇനി പുതുതായി ക്രിയേറ്റ് ചെയ്യുന്ന നോട്ടിൽ ആ യൂസർ നെയിം ആയിരിക്കും ഇവിടെ ഓതർ എന്ന ഭാഗത്ത് കാണുന്നത്. ഇവിടെ നമുക്ക് അതേപോലെ നോട്ട് ക്രിയേറ്റ് ചെയ്ത ഡേറ്റ്, മോഡിഫൈ ചെയ്ത ഡേറ്റ് എന്നിങ്ങനെ കാണാവുന്നതാണ്. അതിനുശേഷം നമുക്കിവിടെ കർസർ എൻ്റർ ചെയ്ത ശേഷം നമുക്ക് ആവശ്യമായ നോട്ട് ഇതേ രീതിയിൽ ടൈപ്പ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് നോട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡിലീറ്റ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഹൈഡ് ചെയ്യണമെങ്കിൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഹൈഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഒരു നോട്ട് ആഡ് ചെയ്ത ശേഷം ഈ ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നോട്ട് ക്ലോസ് ചെയ്യാം. പിന്നീട് ഈ നോട്ട് ഓപ്പൺ ആക്കണമെങ്കിൽ ആ നോട്ടിൻ്റെ സിമ്പിൾ ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. ആ സിമ്പിളിൽ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്യുക.
ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈ നോട്ട് കാണാവുന്നതാണ്. അങ്ങനെ നോട്ട് ടൂൾ ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും ഡയറക്ഷൻസും മറ്റു കാര്യങ്ങളും നമുക്ക് ഡോക്യുമെൻറ്റിൽ പ്രിൻ്റബിൾ അല്ലാത്ത രീതിയിൽ സേവ് ചെയ്യാവുന്നതാണ്. ടൂൾ ബോക്സിലുള്ള അടുത്ത ടൂളാണ് ഐഡ്രോപ്പർ ടൂൾ. ഐഡ്രോപ്പർ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഡോക്യുമെൻറ്റിൽ നിന്നും ഒരു നിശ്ചിത കളറ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നമുക്കിപ്പോൾ ഇവിടെ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം കളർ പാലറ്റിൽ നിന്നും ഇഷ്ടമുള്ള ഒരു കളറ് ആ ബോക്സിന് അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമുക്ക് മറ്റൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്തു. ആ നിശ്ചിത കളറ് ഈ ബോക്സിന് അപ്ലൈ ആണെങ്കിൽ ഐഡ്രോപ്പർ ടൂൾ ഉപയോഗിച്ച് ആ കളറിൽ ഇതേ രീതിയിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. അങ്ങനെ ഐഡ്രോപ്പർ ടൂൾ ഉപയോഗിച്ച് നിശ്ചിത കളറ് ഡോക്യുമെൻറ്റിൽ നിന്നും സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെയുള്ള ഐഡ്രോപ്പർ ടൂളിനൊപ്പമുള്ള ടൂളാണ് മെഷർ ടൂൾ. മെഷർ ടൂൾ നമുക്ക് ടൂൾ ബോക്സിൽ നിന്നും ഇതേ രീതിയിൽ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ കീബോർഡിൽ K എന്ന ബട്ടൺ പ്രസ് ചെയ്താലും മെഷർ ടൂൾ ആക്റ്റീവ് ആകുന്നതാണ്. നമുക്ക് മെഷർ ടൂൾ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ സൈസ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് പോർഷൻ വരെയുള്ള സൈസാണ് അറിയേണ്ടതെന്നാൽ ഇതേ രീതിയിൽ ക്ലിക്ക് ചെയ്ത ശേഷം ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ ഡ്രാഗ് ചെയ്ത് നമുക്ക് ആ നിശ്ചിത പോർഷൻ ഇതേ രീതിയിൽ മാർക്ക് ചെയ്യുക. അതിനുശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ നിന്നും കൈയെടുക്കുക. ഇപ്പോൾ നാം ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ വരയുടെ നീളം നമുക്കിവിടെ ഇൻഫോ പാലറ്റിൽ കാണാവുന്നതാണ്. ഇൻഫോ പാലറ്റ് ഇവിടെ വർക്ക് സ്പേസ് എൻവയോൺമെൻറ്റിൽ കാണുന്നില്ല എങ്കിൽ നമുക്ക് വിൻഡോ മെനുവിൽ ക്ലിക്ക് ചെയ്ത് ഇൻഫോ എന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് അല്ലെങ്കിൽ കീബോർഡിൽ F8 എന്ന ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ഇൻഫോ പാലറ്റ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഇൻഫോ പാലറ്റിൽ നാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ മെഷറിംഗ് ലൈനിൻ്റെ വിഡ്ത്ത് നമുക്കിവിടെ മില്ലിമീറ്റർ വൈസിൽ കാണാവുന്നതാണ്. ഇവിടെ റൂളർ മില്ലിമീറ്റർ വൈസിലാണ് കൊടുത്തിരിക്കുന്നത്. ആയതിനാലാണ് നമുക്കിവിടെ ഇൻഫോ പാലറ്റിൽ മില്ലിമീറ്റർ വൈസിൽ കാണുന്നത്. നമുക്ക് റൂളർ സെൻറ്റിമീറ്റർ വൈസിൽ അപ്ലൈ ചെയ്താൽ ഇവിടെ ഇൻഫോ പാലറ്റിൽ ആ മെഷർമെൻറ്റ് സെൻറ്റിമീറ്റർ വൈസിൽ കാണാവുന്നതാണ്. അതുപോലെയുള്ള മറ്റൊരു ടൂളാണ് ഹാൻഡ് ടൂൾ. ഹാൻഡ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരു ഡോക്യുമെൻറ്റിനെ ഇതേ രീതിയിൽ പാൻ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം ഇൻഡിസൈനിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഡോക്യുമെൻറ്റ് ഒന്നിലധികം പേജുകൾ ഉണ്ടായെങ്കിൽ ഇതേ രീതിയിൽ നമുക്ക് ഹാൻഡ് ടൂൾ ഉപയോഗിച്ച് പാൻ ചെയ്ത് ഈ ഡോക്യുമെൻറ്റിൻ്റെ മറ്റൊരു പോർഷനിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു പേജിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. ശ്രദ്ധിക്കുക, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്യുക. ഇങ്ങനെ ഡ്രാഗ് ചെയ്ത ശേഷം നമുക്ക് ഒരു നിശ്ചിത പേജ് ഫിറ്റ് ഇൻ വിൻഡോ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് കീബോർഡിൽ Ctrl 0 എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്താൽ മതിയാകും. അപ്പോൾ ആ നിശ്ചിത പേജ് ഫിറ്റ് ഇൻ വിൻഡോ ആയിട്ട് വരുന്നതാണ്. നമുക്കിപ്പോൾ ഈ പേജാണ് ഫിറ്റ് ഇൻ വിൻഡോ ആയിട്ട് വരണമെങ്കിൽ ആ നിശ്ചിത പേജ് ആക്റ്റീവ് ആക്കിയ ശേഷം കീബോർഡിൽ Ctrl 0 എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെയുള്ള മറ്റൊരു ടൂളാണ് സൂം ടൂൾ. ഈ സൂം ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഒരു നിശ്ചിത പോർഷനെ സൂം ചെയ്യാവുന്നതാണ്. നമുക്ക് വെറുതെ ക്ലിക്ക് ചെയ്താൽ ഇതേ രീതിയിൽ സൂം ചെയ്യപ്പെടും. അതുകൂടാതെ നമുക്ക് ഒരു നിശ്ചിത പോർഷൻ സൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പോർഷൻ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്ത് ആ നിശ്ചിത പോർഷനെ നമുക്ക് സൂം ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമുക്ക് ടൂൾ പാലറ്റിന് താഴെയായിട്ട് ഇവിടെ ഒരു ഒബ്ജക്റ്റിൻ്റെ ഫിൽ കളറും സ്ട്രോക്ക് കളറും കാണാവുന്നതാണ്. നാം ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് ആക്കിയിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഫിൽ കളറും സ്ട്രോക്ക് കളറും ആയിരിക്കും ഇവിടെ കാണുന്നത്. നാം ഇവിടെ ഒബ്ജക്റ്റ് ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല എങ്കിൽ ഡീഫാൾട്ട് സെറ്റിങ്ങിലുള്ള ഇതായിരിക്കും കാണുന്നത്. അതായത് ഫിൽ കളർ നില്ലായിരിക്കും, സ്ട്രോക്ക് കളർ ബ്ലാക്ക് ആയിട്ട്. നാം ഇപ്പോൾ ഇവിടെ വെറുതെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയായിരിക്കും ക്രിയേറ്റ് ചെയ്യപ്പെടുക. ശ്രദ്ധിക്കുക, സ്ട്രോക്ക് കളർ ബ്ലാക്ക്, ഫിൽ കളർ ഒന്നും കാണില്ല. അതേപോലെ തന്നെ നാം സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒബ്ജക്റ്റിൻ്റെ കളറ് ഡിഫാൾട്ട് സെറ്റിങ്ങിലേക്ക് മാറണമെങ്കിൽ അതിന് താഴെയുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. അതേപോലെ തന്നെ നമുക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ ഫിൽ കളറും സ്ട്രോക്ക് കളറും പരസ്പരം ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ആരോ ഷേപ്പിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഇത്രയുമാണ് ടൂൾ ബോക്സിലെ പ്രധാന ടൂളുകളും അവയുടെ ഉപയോഗങ്ങളും.